ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ കോണ്ടന്റിന് വേണ്ടി എടുത്തു വെച്ചതല്ല. ഞാൻ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച കുറച്ച് ബിറ്റ്സാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അമ്മൂമ്മ നമ്മുടെ അബുദാബി ഫ്ലാറ്റിൽ നിന്ന് പുള്ളിക്കാർ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാനും അമ്മൂമ്മയും കൂടി തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന ആ ഒരു രാത്രിയത്തെ ആ ഒരു സീനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഇത്രയും വിഷമമില്ല, പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം പുള്ളിക്കാരി നാട്ടിലാണ്, ഞാൻ ഇവിടെ അബുദാബിയിലാണ്. എന്തായാലും അമ്മൂമ്മ കുറേ ദിവസം നമ്മുടെ കൂടെ വന്ന് നിന്നു. ആ ഒരുപാട് നല്ല മെമ്മറീസ് നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റി, പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ടും കിട്ടി. ഇത് നമ്മൾ എയർപോർട്ടിൽ പോണതിൻ്റെ തൊട്ട് മുമ്പ് അമ്മൂമ്മ കാറിൽ കയറ്റി ഇരുത്തിയിട്ട് എടുത്തൊരു വീഡിയോ ആണത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവാണ് നമുക്ക് എയർപോർട്ടിലോട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ ആക്കി എന്തായാലും ഇല്ല, ഞാനും അമ്മൂമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അമ്മൂമ്മ ഇവിടെ വന്ന് നിന്നതിലും നമ്മുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിലും. ഒരുപാട് നല്ല ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ തിരിച്ചു പോകുന്ന ദിവസം എത്തിയപ്പം ശരിക്കും ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണിത്. പക്ഷേ ഇനിയും വരാം എന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മൾ അമ്മൂമ്മേനെ വിടുന്നത്, അല്ലെങ്കിൽ ഞാൻ അമ്മൂമ്മേനെ കൊണ്ടാക്കുന്നത്. പിന്നെയും കുറച്ച് മാസങ്ങൾ നാട്ടിൽ നിന്നിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്നുള്ളൊരു പ്ലാനിലും കൂടിയാണ് ഞാൻ പുള്ളിക്കാരീനെ കൊണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയാക്കിയത് യാത്രയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ച് പോവാണ്. നമുക്ക് അധികം ടൈം അവിടെ പാർക്കിങ് ഇടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പതുക്കെ നടന്നങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ചെക്കിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. അമ്മൂമ്മയ്ക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അബുദാബി എയർപോർട്ട് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ കൊച്ചി ടു അബുദാബി വന്നപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴും സെയിം വീൽ ചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. ഇതെല്ലാം വളരെ കുറച്ചായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു വ്ളോഗിങ് പേർപ്പസിന് വേണ്ടി എടുത്തു വെച്ചതല്ല. പക്ഷേ എനിക്ക് തോന്നി ഇത് ഒരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം വളരെ കുറച്ച് ടൈം ഡ്യൂറേഷൻസേ ഉള്ളൂ. ഞാനിതെല്ലാം ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം എടുത്തു വെച്ചൊരു കാര്യമാണ്. അപ്പം ഇത് യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം അമ്മൂമ്മ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും പുള്ളിക്കാരി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാതും കംപ്ലീറ്റ് ആയിരുന്നു ഇരുന്ന് കണ്ട് എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ അഭിപ്രായം പറയാറുണ്ട്. ഒരുപാട് വീണ്ടും ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്നും കൂടി പോയ പോലെ തോന്നുന്നുണ്ട് എന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പം ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തിരിച്ച് അബുദാബി ടു നമ്മുടെ നാട്ടിലോട്ട് പോകുന്നതും കൂടി എന്നാൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 4.25 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടുന്ന് പിന്നെ ഈ നമ്മൾ ഈ അസിസ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത്. കാരണം 2-3 വീൽ ചെയർ യൂസ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റാണ് എല്ലാ പാസഞ്ചേഴ്സും ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ വീൽ ചെയർ ഓപ്റ്റ് ചെയ്ത ആളുകൾ ലാസ്റ്റാണ് ഇറങ്ങുന്നത്. നമ്മൾ പൊതുവേ ഈ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ലഗേജുകൾ പാസ് ഓൺ ചെയ്ത് വേറൊരു വണ്ടിയിലോട്ട് പോകുന്നതും അങ്ങനത്തെയുള്ള കാഴ്ചകൾ നമ്മൾ പൊതുവേ കാണാറില്ലല്ലോ. കാരണം എപ്പോഴും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പെട്ടെന്ന് തന്നെ നമ്മൾ പോവാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ തവണ ഇങ്ങനെ ഇരുന്നപ്പം ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ലഗേജുകൾ ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വേറൊരു വണ്ടിയുടെ അകത്തേക്ക് പോകുന്ന അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പുതിയതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നമ്മളെല്ലാ പാസഞ്ചേഴ്സും, അതായത് വീൽ ചെയർ യൂസ് ചെയ്ത എല്ലാവരും ഇതേപോലെ ബസ്സിൽ, ഇത് ഇൻഡിഗോയുടെ തന്നെ ബസ്സാണ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ പരിസരത്തോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി ബാക്കി ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ലഗേജ് കളക്ടിങ് അങ്ങനെയുള്ള പ്രോസസ്സൊന്നും ഞാൻ നമ്മുടെ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം ഇതൊരു വ്ളോഗ് ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുകയാണ്. പപ്പയും അമ്മയും ആരും വരുന്നില്ല. നമ്മളൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കറക്റ്റ് ടൈമിൽ വന്നു. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് പപ്പയുടെ അടുത്തും അമ്മയുടെ അടുത്തൊന്നും വരണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അങ്കിളുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവും നേരത്തെ എണീറ്റ് വരിക എന്നൊക്കെ ഉള്ളത്. എന്തായാലും നമ്മളൊരു 1.5 മണിക്കൂറിൽ നമ്മുടെ തൃശ്ശൂർ വീട്ടിലെത്തും.
അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ തൃശ്ശൂർ വീട്ടിലോട്ട് അമ്മൂമ്മ എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് വീടിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്താ തോന്നണേ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ? അങ്ങനെ അത്യാവശ്യം നമ്മൾ രണ്ടുപേരും ടയേർഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം കംപ്ലീറ്റ് ഒരു ഈവനിങ് വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഈ ഒരു ഫിനോമിനൻ്റെ പേര് ലൂണാർ കൊറോണ എന്നാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മൂണിൻ്റെ ചുറ്റും സീരീസ് ഓഫ് കളർഫുൾ ആയിട്ടുള്ള കോൺസെൻട്രിക് റിങ്സ് ഫോം ചെയ്യും. അപ്പോൾ റീസൺ നോക്കിയപ്പം ഇതൊരു ഡിഫ്രാക്ഷൻ മൂലം സംഭവിക്കുന്ന ഒരു കാര്യമെന്നാണ് കണ്ടത്. ഈ ഒരു ഒപ്റ്റിക്കൽ ഇഫക്റ്റ് ഭയങ്കര റെയറായിട്ട് കാണുന്ന ഒരു ഫിനോമിന ആണെന്നാണ് ഞാൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ. ഓക്കെ, രാത്രിയായപ്പം ഞാനും അനിയനും മമ്മയും കൂടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് മോളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തി ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ഷോപ്സും കാര്യങ്ങളൊന്നും ഈ ഒരു മോളിൽ തുടങ്ങിയിട്ടില്ല. കുറച്ച് ഷോപ്സ് മാത്രമേ അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. എന്തായാലും കുട്ടനല്ലൂർ സൈഡാണ് നമ്മുടെ തൃശ്ശൂർ, കൊച്ചി, പാലക്കാട് അങ്ങനെയുള്ള ബൈപ്പാസിൽ നിന്നൊക്കെ വരുമ്പം വളരെ അടുത്തായിട്ട് കുട്ടനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബൈപ്പാസിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര അടുത്താണ്. അപ്പോൾ മോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോളാണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഷോപ്സും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് ഷോപ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ. പിന്നെ ആളുകളുടെ തിരക്കും അങ്ങനെ ഭയങ്കര റഷും കാര്യങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് വന്നൊന്ന് കാണാലോ എന്നുള്ളൊരു ഇതിൽ വന്നതേ ഉള്ളൂ. ലൈഫ് സ്റ്റൈൽ സ്റ്റോറ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് മാക്സ് വരുന്നത്. അപ്പോൾ മാക്സിലും കൂടി ഒന്ന് ജസ്റ്റ് പോയി എന്തൊക്കെയുണ്ട് കളക്ഷൻ എന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മാക്സിലും കൂടി കയറി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തവണ ഭാഗ്യത്തിന് അനിയൻ ഒരു 2 ദിവസം എന്നെ കാണാനായിട്ട് വന്നതാണ്. അവൻ ചെന്നൈയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ 2 ദിവസം ലീവൊക്കെ എടുത്ത് ഒന്ന് തൃശ്ശൂർ നമ്മുടെ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ മമ്മയുടെയും പപ്പയുടെയും ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി സെലിബ്രേറ്റ് ചെയ്യാനാണ് അവൻ വന്നിട്ടുള്ളത്. ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ച് വന്ന് ഞാൻ ഒരു കുർത്ത കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ കുറച്ച് ആക്സസറീസും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് രണ്ടും എടുത്തു. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം ഷോപ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഭക്ഷണം പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണപ്രിയരായതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിൽ എപ്പോഴും കംപ്ലീറ്റ് ആൾ നിറഞ്ഞിരിക്കും. അങ്ങനെ നമ്മൾ എല്ലായിടത്തും നോക്കി എന്താണ് കഴിക്കേണ്ടതെന്നൊക്കെ നോക്കിയപ്പം അത്യാവശ്യം തിരക്ക് കുറവ് ചിക്കിങ് ഏരിയയിലാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ചിക്കിങ്ങിൽ പോയിട്ട് ഈ ഒരു ചിക്കൻ പീസസ് മേടിച്ചു. അതിനെന്താ പറയാമെന്നറിയില്ല. എത്രയോ ഒരു സെറ്റാണ്, എനിക്ക് തോന്നുന്നു 6 or 8 പീസസ് അങ്ങനെയുള്ള ഒരു ഇതാണ് മേടിച്ചത്. പിന്നെ അനിയൻ പോയിട്ട് 3 മൊയ്റ്റോ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും അമ്മയും അനിയനും കൂടിയിട്ട് പോയിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ വേറെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് അമ്മൂമ്മയുടെ വിശേഷവും പിന്നെ കുറച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ വീണ്ടും നല്ലൊരു തൃശ്ശൂർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.